എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വ്യാഴാഴ്ച നേരുന്നു. കാരണം വ്യാഴാഴ്ച എനിക്ക് ഓഫാണ് കേട്ടോ. നിങ്ങൾക്ക് ഓഫുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഓഫാണ്. അപ്പോൾ ഓഫിന് എന്തൊക്കെയാണ് നമ്മൾ സാധാരണ റൂമിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഓഫല്ല, നമ്മളൊരു ബാച്ചിലർ, നമ്മൾ ഗൾഫിലൊക്കെ ജീവിക്കുന്നവരായിരിക്കും ഒരുവിധം. ഒരു പറയണ ഒരു 80% പേരുന്നോളും വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നതായിരിക്കും. കേരളത്തിൽ നിന്നുള്ളവർ, ഇന്ത്യയിൽ അല്ല എവിടെ നിന്നാലും. किधर से भी हो, दुनिया का कौन सा जगह से भी हम लोग बाहर जाएगा, परदेश में जाएगा तो कैसा उधर रहने का, क्या करने का, क्या डिसिप्लिन क्या है എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു അവലോകനം എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് വെച്ചിട്ട്, എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പലയിടത്തും പല രീതിയിലായിരിക്കും നിയമങ്ങളും വ്യവസ്ഥകളും. പക്ഷേ എന്നിരുന്നാലും ഒരു കുറച്ച് ശതമാനമെങ്കിലും ഞാൻ പറയുന്നതിൽ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഞാനൊരു വർക്ക്മാനാണ്, ഒരു ടെക്നീഷ്യനാണ്. അപ്പോൾ ഞാൻ വലിയ എഞ്ചിനീയറോ സൂപ്പർവൈസറോ ഒന്നുമില്ല. എഞ്ചിനീയറും സൂപ്പർവൈസറും ആരായിരുന്നാലും ഒക്കെ എല്ലാവർക്കും ഈ നിയമം ബാധകമാണ് എന്നാണ് എൻ്റെ ഒരു എന്നുവെച്ചാൽ കമ്പനിയുടെ അക്കമഡേഷൻ. കമ്പനിയുടെ ഇതിൽ ജീവിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ സ്വന്തമായിട്ട് റൂമൊക്കെ എടുത്തിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് നമ്മൾ കമ്പനിയുടെ ഇതിൽ ജീവിക്കുമ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റൂം മാനേഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ നമ്മളൊരു ബാച്ചിലർ അക്കമഡേഷനിൽ താമസിക്കുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും കൂടി ആണ് ഞാൻ നിങ്ങൾക്ക് വിവരിച്ച് തരണത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. പുതിയ ആൾക്കാർ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കണം. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ നമുക്ക് റൂം തരുമ്പോൾ ചിലപ്പോൾ 3 പേരോ 4 പേരോ, ചിലപ്പോൾ അതിൽ എത്രയോ പേരുണ്ടായിരിക്കും. ചിലപ്പോൾ 5 പേരായിരിക്കും, 10 പേരായിരിക്കും. ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലും ഓരോ കമ്പനികളിലും ഓരോ രീതിയിലാണ്. എല്ലാ സ്റ്റാൻഡേർഡ് കമ്പനിക്ക് അതിൻ്റേതായ ഇതുണ്ട്, മെയിൻ്റനൻസ് കമ്പനിക്ക് അതിൻ്റേതായ ഉണ്ട്, അതിലും കൂടി അമേരിക്കൻ കമ്പനികളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കമ്പനികൾ നമ്മളുടെ ഈ ലോകത്തുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കറക്റ്റ് എങ്ങനെയാണെന്ന്, അവരുടെ കാര്യങ്ങൾ എന്താ വെച്ചാൽ അവരുടെ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ കാര്യങ്ങൾ. അപ്പോൾ ഓരോരോ കമ്പനിയുടെ കാര്യം. അപ്പോൾ എൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു നല്ലൊരു സ്റ്റാൻഡേർഡുള്ള കമ്പനിയാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ബെഡാണ് ശരിക്കും പറയുകയാണെങ്കിൽ. വെച്ചാൽ ഒരാൾക്കൊരു ബെഡ് എന്നുള്ളത്, അല്ലാണ്ട് ട്രക്ക് പോലത്തെ ഇങ്ങനെ അടക്കി വെച്ചിട്ടുള്ള ബെഡല്ല ഉള്ളത്. ഒരാൾ ഒരു ബെഡിൻ്റെ മുകളിൽ പോകും. അപ്പോൾ ദുബായിലും അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ ഈ LIC കമ്പനികളും ചെറിയ ആളുകളുടെ കമ്പനികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പല സ്ഥലത്തും ഇവിടെ പലരുടെ റൂമിൽ പോയപ്പോൾ അവിടെ കണ്ടിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു കട്ടിൽ, അതിൻ്റെ മുകളിൽ വേറെ കട്ടിൽ, പിന്നെ അതിൻ്റെ മുകളിൽ അങ്ങനെയാണ്. ഒരു റൂമിൽ തന്നെ 10ഉം 15ഉം പേരൊക്കെ താമസിപ്പിക്കുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ദുബായിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. അവിടെയൊക്കെ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാടകയ്ക്ക് റൂം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ട്രക്ക് പോലത്തുള്ള ഡബിൾ ട്രക്കർ പോലത്തുള്ള ബെഡൊക്കെയാണെന്ന് പറഞ്ഞു. ഒരു ബെഡിൻ്റെ മുകളിൽ വേറെ ബെഡ്. അപ്പോൾ അങ്ങനെ കിടക്കാൻ മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്, അതിൽ വേറെ രീതിയിൽ. പിന്നെ ലീവിൻ്റെ സമയങ്ങൾ പലർക്കും പല രീതിയിലുള്ള ലീവുകളായിരിക്കും. പലരും പല ഷോപ്പുകളിലും പല ഈ ജോലി സ്ഥലത്തായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസമായിരിക്കില്ല ലീവ്. ചിലപ്പോൾ മൊത്തത്തിൽ വെള്ളിയാഴ്ച ലീവ് ഉള്ളവരുണ്ട്, ചിലപ്പോൾ വെള്ളിയാഴ്ച അല്ലാതെ മറ്റുള്ള ദിവസങ്ങൾക്ക് ലീവ് മാറ്റിയിട്ടുള്ള ലീവുകൾ ഉണ്ടായിരിക്കും ഓരോരുത്തർ ജോലി സ്ഥലത്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ റൂം മാനേഴ്സ് നമ്മൾ എപ്പോഴാണെങ്കിലും കീപ്പ് ചെയ്യണം. അത് നമ്മളുടെ ഭാഗത്തു നിന്ന് കറക്റ്റായിരിക്കണം. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നതില്ല, അവരും അത് ശ്രദ്ധിക്കണം. ആരായിരുന്നില്ല, എല്ലാവർക്കും കൂടിയിട്ടുള്ള എൻ്റെ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാലോ, ഈ ബെഡ് കണ്ടില്ലേ നിങ്ങൾ, ഈ ബെഡുകൾ നിങ്ങൾ കണ്ടു. അത് കഴിഞ്ഞ് ഇവിടെ വേറൊരു ആളും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വേറെ. അപ്പോൾ ഞങ്ങളൊരു 3 പേരുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞങ്ങൾ ഈ റൂമിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലർ ഒരാളൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മുടെ കൂടെ 1 2 3 അതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറേ റൂം മാനേഴ്സുകളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ റൂം എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എപ്പോഴും നമ്മൾ എപ്പോഴാണ് സൗകര്യം, അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയുടെ സൗകര്യപ്രകാരം നമ്മളെങ്ങനെയാണ് ഓരോരുത്തരുടെ ഡ്യൂട്ടിയുടെ സൗകര്യപ്രകാരം നമ്മൾ റൂം എപ്പോഴും ക്ലീനായി ഉള്ളത് നമ്മുടെ കയ്യിൽ എന്തെല്ലാം സാധനമുണ്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതൊക്കെ നമ്മൾ വയ്ക്കേണ്ട രീതി, ഉപയോഗിക്കേണ്ട രീതി, അതിൻ്റേതായ കുറേ രീതികളുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലല്ല കേട്ടോ. സ്വന്തം വീട്ടിലായാലും നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ വിദേശത്താണ്. വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പരമാവധി ഒതുക്കി വെക്കാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ബെഡ് എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കി വയ്ക്കും. ഞാനിപ്പോൾ ഇതിന് വേണ്ടി വെച്ചില്ല, ഞാനിങ്ങനെ തന്നെയാണ് വയ്ക്കാറ്. ഇപ്പോൾ ഈ തോർത്തുമുണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് മാത്രം. പക്ഷേ നമ്മൾ പുതയ്ക്കുന്ന ബ്ലാങ്കറ്റ് ആയാലും അല്ലെങ്കിൽ വിരി ആയാലും മറ്റുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുക. വാരി വലിച്ചിടാണ്ട് നമ്മൾ പോവുക. കണ്ട, ഇപ്പോൾ ഈ ചേട്ടൻ ഇന്ന് ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആൾ ചെയ്തത് എന്താണ്, ആളുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മുണ്ടുണ്ടായിരുന്നു, അതൊക്കെ നല്ല രീതിയിൽ ഞാൻ മടക്കിയിട്ടതല്ല, ആൾ മടക്കിയിട്ട് പോയത്. ആളുടെ ബ്ലാങ്കറ്റ് ആൾ മടക്കി വെച്ചു. മനസ്സിലായോ? അപ്പോൾ ആൾ അതിൻ്റേതായ രീതിയിൽ ആൾ ഇപ്പോൾ പോകണം. അതുപോലെ ഇപ്പോൾ ഇവിടെ ആളില്ലാത്ത കാരണം അത് ഞാൻ പറയുന്നില്ല.
പക്ഷെ എൻ്റെ ഈ രീതിയിൽ ഞങ്ങൾ ഇങ്ങനെയാണ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ മറ്റേ ഒരു ബാച്ചിലർ റൂമിൽ താമസിക്കുമ്പോൾ. അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ റൂമിൽ ചില സമയത്ത് ഉറങ്ങുന്ന ടൈമുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ മദ്യപിക്കുന്നവരായിരിക്കും, പലരും ഉണ്ട് മദ്യപിക്കാത്തവരും മദ്യപിക്കുന്നവരും, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അവരൊക്കെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ മദ്യപിച്ചോ കുഴപ്പമില്ല, പക്ഷേ കൂടെയുള്ള ആൾ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിട്ട് വേണം മദ്യപിക്കാനായിട്ട്. അയാൾക്കും കൂടി ശല്യം ഇല്ലാത്ത രീതിയിൽ മദ്യപിക്കണം. മനസ്സിലായി? വിദേശത്ത് മദ്യം കിട്ടില്ല എന്ന് ഞാൻ പറയില്ല, എല്ലാ സ്ഥലത്തും മദ്യം കിട്ടും. ചിലയിടത്ത് അത് നിയമമാണ്, ചിലയിടത്ത് ഇത്ര ലിറ്റർ നമ്മുടെ റൂമിൽ വെക്കാം, അങ്ങനെയൊക്കെ കുറേ. ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു 3 ലിറ്റർ വരെയൊക്കെ ഒരാൾക്ക്, ഒമാനിലൊക്കെ 3 ലിറ്റർ ലൈസൻസോട് കൂടിയുള്ള മദ്യം നമ്മളുടെ അത് മേടിച്ചതിൻ്റെ ബില്ലും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അതിനോട് ബ്ലാക്കിലും കിട്ടും. ഇവിടെ ബ്ലാക്കിൽ പോയി വെച്ചിട്ട് പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അടപടലം പൊട്ടിക്കും. നേരെ മറിച്ച് അതല്ല, നമ്മളിപ്പോൾ കടയിൽ പോയി ഷോപ്പിൽ പോയി മേടിച്ച് നമുക്കൊരാൾക്ക് 3 ലിറ്റർ വരെ നമ്മുടെ റൂമിൽ വയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ട് ഇവിടെ കേട്ടോ. അതിന് നമുക്കിവിടെ ലൈസൻസ് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മദ്യം ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ശല്യമാണോ ആണോ എന്ന് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാനാണ്. അല്ലെങ്കിൽ സൈലൻ്റൊക്കെ ആയിട്ട് ഇരുന്നിട്ട് നമ്മളൊരു 2 പെക്ക് കടിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ സിഗരറ്റ് പരമാവധി ഇവിടെ ഇതാക്കിയിട്ടുണ്ട്. ഒരിക്കലും പബ്ലിക്കായിട്ട് വലിക്കാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, പ്രത്യേകിച്ച് ഒമാനിലുണ്ട്, ഞങ്ങളുടെ കമ്പനിയിലുണ്ട്. മദ്യത്തിൻ്റെ പേര് ഞങ്ങളുടെ കമ്പനിയിലുണ്ട്. പക്ഷേ ലൈസൻസോട് കൂടിയുള്ള മദ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സിഗരറ്റ് വലിക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ശല്യം രീതിയിൽ ചെയ്യരുത്. എല്ലാവരും സിഗരറ്റ് വലിക്കുന്നവരായിരിക്കും, പക്ഷേ വലിക്കാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് ശല്യമാവുന്ന രീതിയിലും ഇവിടെ ചെയ്യാൻ പാടില്ല. നമ്മൾ എവിടെയെങ്കിലും സൈഡിൽ പോയിരുന്ന ആരുമില്ലാത്ത ഒരു ഭാഗത്ത് പോയിരുന്ന് സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ ഇവിടെ കമ്പനിയിൽ പറഞ്ഞ് സിഗരറ്റ് വലിക്കാനുള്ള ഒരു സെറ്റിങ്സ് അവിടെ ഉണ്ടാക്കി തരാനുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് വലിക്കുക. അല്ലാണ്ട് നമ്മൾ 10 ആൾ അവിടെ ഇരിക്കുമ്പോൾ അവിടെ പോയി സിഗരറ്റ് വലിക്കുക, അങ്ങനെ മദ്യപിക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. അതുപോലെ റൂമിൽ നമ്മൾ കിടക്കണ സമയത്ത്, ഉറങ്ങണ ടൈമിൽ നമുക്ക് സാധാരണ ഞങ്ങളുടെ കമ്പനിയിൽ 10 മണി വരെ നമുക്ക് റൂമിൽ വിളിച്ചൊക്കെ ആയിട്ട് ട്യൂബ്ലൈറ്റോ എന്താ വേണിച്ചിട്ട് നമുക്കിരിക്കാം. അതുപോലെ സ്പീക്കർ വെച്ചുള്ള ഉറക്കനുള്ള പാട്ടുകൾ പാടില്ല, ഉറക്കനുള്ള സംസാരം പാടില്ല, അങ്ങനെയൊക്കെ കുറേ കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ പറയാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പോയിരുന്നിട്ട് അധികം പ്രശ്നമില്ലാത്ത കുറച്ചായിട്ട് കമ്പനിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് റൂമിൻ്റെ അവിടെ എവിടെയെങ്കിലും പുറത്ത് പോയിരുന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. നേരെ മറിച്ച് നിങ്ങൾ റൂമിൽ ഒരു കാരണവശാലും ഉറക്കനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം സംസാരിക്കാൻ പാടില്ല. എങ്ങനെ സംസാരിക്കുക? റൂമിലുള്ള നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ടീവ് ആണെങ്കിൽ കുഴപ്പമില്ല, കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടുത്തെ നിയമം. അതുപോലെ 10 മണി കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കണം. അത് റൂമിലുള്ള ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. റൂമിലുള്ള ആൾ മറ്റുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല, ഈ ലൈറ്റ് ഇട്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് നിയമത്തിൻ്റെ കാര്യമാണ് പറയണത് കേട്ടോ. നിയമമാണ് എന്ന് വെച്ചാൽ ഒരു ലേബർ ലോയുടെ കാര്യമാണ് ഞാൻ പറയണത് ബാച്ചിലർ റൂമിൽ. അതുപോലെ നമ്മളുടെ ഡോറുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഭയങ്കര ശബ്ദത്തിൽ ഇങ്ങനെ അടയ്ക്കുക അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. മെല്ലെ തുറക്കുക, മെല്ലെ അടയ്ക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ അത് നോക്കണം. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ അത് റൂമിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ കുളിക്കുമ്പോഴായാലും ബാത്റൂമിൽ ഉപയോഗിക്കുമ്പോൾ ടോയ്ലറ്റിൻ്റെ ഒരു മെയിൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു സൗണ്ട് ഉണ്ടാവും കേട്ടോ. ഞാൻ ഫാൻ ഇടുന്നുണ്ട്, എക്സോസ്റ്റ് ഫാൻ. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്. നമ്മൾ ഈ റൂമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ബാത്റൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ടോയ്ലറ്റ് ഇരിക്കുന്നപ്പോൾ എങ്ങനെയാണ്, ഞാൻ വെച്ചെന്നല്ലോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ടോയ്ലറ്റിൻ്റെ സീറ്റ് ഇരിക്കുന്നുണ്ട്. ഈ സീറ്റ് എപ്പോഴും നമ്മളിങ്ങനെ മടക്കി വെക്കണം. എന്നുവെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കാൻ പാടില്ല. മനസ്സിലായി? ചില ആളുകൾ എന്താ ചെയ്യാന്നത്, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കും. ഇതൊരിക്കലും നിർത്തുമല്ലേ. എന്നിട്ട് നമ്മളതിന് മൂത്രം വയ്ക്കും. യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഡോട്ടുകൾ വരും, മൂത്രമൊക്കെ ഒഴിക്കുക. അപ്പോൾ ചിലർ ഈ സീറ്റ് കവർ ഉപയോഗിച്ചിട്ടായിരിക്കും ടോയ്ലറ്റിങ്ങിൽ ഇരിക്കുക. ചിലർ ഇത് ഉപയോഗിക്കേണ്ട ചെയ്യുന്നവരുണ്ട്. പല രീതിയിലും പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അപ്പോൾ പരമാവധി ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാനുള്ളതാണ്. സീറ്റ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ്? നമ്മൾ ചിലവർക്ക് യൂറിൻ്റെ പാസ് ചെയ്യാനുള്ള അതിന് സെപ്പറേറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിലായിരിക്കും നമ്മൾ മൂത്രം ഒഴിക്കുക. അപ്പോൾ നമ്മളോട് മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുക, ചുറ്റി വീണ് മഞ്ഞ കളറും അങ്ങനെ ഇതൊക്കെ എടുത്തിരിക്കുക. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യുന്നത്. നമ്മുടെ ചിലപ്പോൾ എല്ലാവർക്കും പറയാൻ പറ്റില്ല, രണ്ടെണ്ണം കടിച്ച് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചുറ്റി വീഴും, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോവും, ഇവിടെ താഴെ വീഴും. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം പച്ചവെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞിട്ട് നമ്മൾ പോവുക. അത് ഞാൻ പറയുന്നത് മറ്റുള്ളവരെ നമ്മൾ മുഷിപ്പിക്കാത്ത രീതിയിൽ. അതുപോലെ ഈ സീറ്റ് കവറിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സീറ്റ് കവർ ഉപയോഗിക്കുന്നത് എന്തിനാ?
നമുക്ക് ഇതിന് മുകളിൽ മിക്കവാറും അഴുക്കും വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെള്ളം അഴുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഇരുന്ന് നമ്മുടെ കാര്യം സാധിച്ചിട്ട് നമ്മളിത് മടക്കി വയ്ക്കുക. അതുപോലെ നമ്മൾ ഈ റൂമിൽ പരമാവധി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ക്ലോസറ്റിൻ്റെ ഇതിന് തന്നെന്ന് അറിയും. ഇതിന് കുറേ കാര്യങ്ങളുണ്ട്. ഇത് അടച്ചു വെക്കാനാണ്. എന്തിനാണെന്ന് കഴിഞ്ഞാലോ ഇതിൽ മറ്റുള്ള സാധനങ്ങൾ വീണ് പോകാതിരിക്കാനും, അതേപോലെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ സീവേജിൻ്റെ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ വൃത്തികെട്ട വെള്ളം അവിടെ പോയിട്ട് അവിടെ എന്തെങ്കിലും ചാമ്പറിൽ നിറയോ എന്തെങ്കിലും ആ സ്മെല്ല് ഇതിലേക്ക് വന്നിട്ട് ഇവിടെയൊക്കെ മണക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. അതുപോലെ ഇതിലെ വലിയ പാമ്പോ പെരിച്ചാഴിയോ എലിയോ ഒന്നും വരാതിരിക്കാനാണ് നമ്മളിതിങ്ങനെ അടച്ചു വെക്കണം. ചിലവർ മിക്കവാറും ഞങ്ങളുടെ ഒക്കെ ഇങ്ങനെ അടച്ചു വെക്കാറില്ല. ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ചിലവർക്ക് അത് ഇഷ്ടപ്പെടാത്ത ഒരു കാരണങ്ങൾ പറ്റിയല്ലോ. പക്ഷേ നിയമപ്രകാരം ഇത് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഉപയോഗം കഴിഞ്ഞാൽ അടച്ചു വയ്ക്കുക, മനസ്സിലായോ? അത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉപയോഗത്തിന് വരുമ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ യൂറിയ പാസ് ചെയ്യുക. അത് കഴിഞ്ഞ് അടച്ചു വയ്ക്കുക. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ കാര്യങ്ങൾ കേട്ടോ. അതുപോലെ വാഷ് ബേസിൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പല കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് നമ്മളിത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മളിത് വാഷ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഉപയോഗിച്ച കാര്യങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം, മനസ്സിലായോ? അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ബാച്ചിലറിലായിട്ട് താമസിക്കുമ്പോൾ ബാച്ചിലർ റൂമിൽ താമസിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവരായിട്ട് ഇടി, വഴക്ക്, കച്ചറ അങ്ങനെ പ്രശ്നങ്ങൾക്കൊക്കെ വരാനായിട്ട് എല്ലാ സാഹചര്യവും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഇവിടെ എൻ്റെ ഇവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് കുറേ കർപ്പൂരവും മറ്റു കാര്യങ്ങളൊക്കെ കത്തിച്ച് ഇവിടെ ആകെ പോകുകയും ഇതൊക്കെയാക്കി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് ഉപയോഗിക്കരുത്. നമ്മുടെ ഭഗവാനെ നമ്മുടേതായ ചിലർ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, ചിലർ വേറെ രീതിയിൽ പള്ളിയിൽ പോകുന്നവരുണ്ടായിരിക്കും, അവർ ക്രിസ്ത്യൻസ് ഉണ്ടായിരിക്കും, മുസ്ലിംസ് ഉണ്ടായിരിക്കും, ഹിന്ദുക്കളൊക്കെ ഉണ്ടായിരിക്കും. അവരെ ഓരോരുത്തരുടെ ദൈവത്തിനെ വിശ്വസിക്കുന്ന രീതിയും അവരുടേതായ സ്വകാര്യതയിലേക്ക് മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ റൂം മാനേഴ്സിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പരമാവധി നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ബാച്ചിലർ റൂമുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ലൈറ്റിൻ്റെ കാര്യങ്ങൾ, ഫാനായാലോ, ഫാൻ ഇടുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഫാൻ ഇടുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഇഷ്ടമാവോ അല്ലെങ്കിൽ അത് എത്ര വേണോ, സ്പീഡ് വേണോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നാണ്. ഇവിടെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിൻ്റെ എവിടെ പോയാലും ഈ ബാച്ചിലർ റെക്കമെൻഡേഷനിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 4-5 പേര് ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും നല്ല രീതിയിൽ ജീവിക്കും. നമ്മുടെ കുടുംബത്ത് പോയാലും നമ്മൾ ആ രീതിയിൽ, നമ്മുടെ നാട്ടിൽ പോയാലും നമ്മൾ അവരോട് പെരുമാറേണ്ട രീതികളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റൂം മാനേഴ്സ് എല്ലാവരും പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളവർക്ക് ശല്യമാവുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റേതായ ഒരു ഇതാണ് ഞാൻ പറയണത്. എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ്. ഒരു ജോലി സ്ഥലത്തല്ല എവിടെയായാലും നമ്മൾ ചെയ്യേണ്ടത് കുറേ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, ചെയ്യാൻ അനുവദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഓരോ കമ്പനിയും ഓരോ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഇത് കേട്ടിട്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ പലരും പല കമ്പനിയും പല രീതിയിലായിരിക്കും കേട്ടോ. പലരും പല സമയത്തായിരിക്കും വരിക. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരുണ്ട്, അപ്പോൾ ഷിഫ്റ്റ് ഡ്യൂട്ടി വരുന്നവരുണ്ട്. അവരും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, ഞാനും അവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും